അപ്പോൾ എങ്ങോട്ടാണ് നമ്മൾ ജെഫ്രിനെ പോകുന്നത്? നമ്മൾ ഇന്ന് പള്ളിയിലോട്ടാണ് പോകുന്നത്. കിംനിറ്റ്സിലെ ഫ്രാൻസിസ് അസീസിയുടെ പള്ളി. ഈ വർഷം ഫ്രാൻസിസ് അസീസി മരിച്ചിട്ട് 800 വർഷം ആയതിന്റെ ഓർമ്മയ്ക്ക് സഭ ഫ്രാൻസിസ് അസീസിയുടെ പള്ളികളിൽ പിൽഗ്രിമേജ് ആയിട്ട് പോകുന്നതിനോ അല്ലെങ്കിൽ അസീസിയിലെ പള്ളിയിൽ പോകുന്നതിനൊക്കെ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുന്ന ഒരു ആനുകൂല്യം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും പോകുന്നത്. ഞങ്ങളെല്ലാവരും ജർമ്മനിയിലുള്ള SMIM ട്യൂറിംഗിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണ്. അസീസിയിലെ പുണ്യാളനായിട്ടുള്ള അന്തർധാര വളരെ സജീവമായുണ്ട്. ജെഫ്രിനാണ് ഞങ്ങളോട് പറഞ്ഞത് നമുക്ക് ഈ ട്രിപ്പിന് പോകാം. അങ്ങനെ അവന്റെ വാക്കും കേട്ട് ഞങ്ങൾ കെംനിറ്റ്സിലേക്കുള്ള യാത്ര തുടങ്ങി. ഞങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് പ്രത്യേകിച്ച് ധാരണയില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കോർഡിനേറ്റർ മെൽവിൻ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നു. കെംനിറ്റ്സ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഞങ്ങൾ അജീഷേട്ടനുണ്ടാക്കിയ സാൻഡ്വിച്ചും കെവിനും ജാസ്മിനും ഉണ്ടാക്കിയ സമൂസയും കഴിച്ചു. ഞങ്ങൾ ഉദ്ദേശിച്ച പള്ളിയിലോട്ട് പോകാൻ ഏകദേശം 20 മിനിറ്റ് ഉണ്ടായിരുന്നു. ട്രാം എടുത്ത് ബസ് എടുത്താണ് ഞങ്ങൾ യാത്ര ചെയ്തത്. പോകുന്ന വഴികളിലെല്ലാം ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കൂടെ മെൽവിൻ ഞങ്ങളുടെ കുഞ്ഞു കൊച്ചിനോട് പറഞ്ഞു, ദൈവത്തിന്റെ ഫോൺ നമ്പർ ഇതാ, ഇതിൽ വിളിച്ച് സംസാരിക്കൂ എന്ന് പറഞ്ഞ് പറ്റിച്ചു. ഞങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളിപ്പോ പോകുന്ന പള്ളിയിൽ ദിവ്യകാരുണ്യ ഈശോയുണ്ട്, ഈശോയുടെ നേരിട്ട് കാര്യങ്ങൾ പറയാം. ജോക്സ് അപ്പാർട്ട്, ഞങ്ങളുടെ ഈ പള്ളിയിലുള്ള സമയം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ദൈവത്തെ മനസ്സറിഞ്ഞ് ആരാധിക്കാനും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഞങ്ങൾക്ക് അന്ന് സാധിച്ചു. ഞങ്ങളിപ്പോ സെന്റ് ഫ്രാൻസിസ് അസീസിയുടെ ദേവാലയത്തിൽ കെമിൻസിലായിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഭക്ഷണ പരിപാടിയിലേക്ക് കടന്നു. ഞങ്ങൾ പള്ളിയിൽ നിന്ന് നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. ഗ്രില്ല് ചെയ്യാൻ കുറച്ച് ഇറച്ചിയും ബ്രെഡും ചീസും പിന്നെ കുടിക്കാൻ കുറച്ച് ജ്യൂസും പിന്നെ ഗ്രില്ല് തന്നെ ഞങ്ങൾ മേടിച്ചു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ പാർക്കിലേക്ക് ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്ത് പോയി. ഞങ്ങൾ എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്കും മെൽവിൻ തീ കത്തിച്ച് ഇറച്ചി ചുടാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ജർമ്മൻകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രോച്ചനും വൂസ്റ്റും ആണ് ഞങ്ങൾ കഴിച്ചത് വിത്ത് പൊട്ടേറ്റോ സാലഡ്. ജർമ്മനിയിലെ ട്യൂറിംഗൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ കുർബാനയും കാത്തലിക് ഇവന്റ്സും ഒക്കെ ഞങ്ങളാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ അതിനെപ്പറ്റിയും ഞങ്ങൾ കുറച്ച് ഡിസ്കസ് ചെയ്തു. ഞങ്ങളുടെ ഈ പിൽഗ്രിമേജും ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.